ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ ആരാധന. സ്നേഹമുള്ളവരെ, ലേവ്യരുടെ പുസ്തകത്തിന്റെ 26-ാം അധ്യായത്തിന്റെ 6-ാമത്തെ തിരുവചനം, ഞാൻ നിങ്ങളുടെ നാട്ടിൽ സമാധാനം സ്ഥാപിക്കും, നിങ്ങൾ സ്വൈര്യമായി വസിക്കും, ആരും നിങ്ങളെ ഭയപ്പെടുത്തുകയില്ല, ഞാൻ നിങ്ങളുടെ നാട്ടിൽ നിന്ന് ദുഷ്ടമൃഗങ്ങളെ ഓടിച്ചു കളയും, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ്റെയും ഉടയവൻ കർത്താവാണെന്ന് കർത്താവ് ഈ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ പ്രപഞ്ചത്തിന്റെ മേല്, നമ്മുടെ കുടുംബത്തിന്റെ മേല്, നമ്മുടെ ജീവിതത്തിന്റെ മേൽ കർത്താവിൻ്റെ ആധിപത്യം കടന്നു വരുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തിന്റെ മുഖച്ഛായ മാറും, നമ്മുടെ കുടുംബത്തിൽ സമാധാനം വരും, നമ്മുടെ കുടുംബത്തിൽ ദൈവീ സാന്നിധ്യം വരും, നമ്മുടെ കുടുംബത്തിൽ ഐക്യം, സ്നേഹം, കൂട്ടായ്മ വളരും. കർത്താവിനെ ആരാധിക്കണം. നമ്മുടെ കുടുംബത്തിൽ കർത്താവിനെ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ കൊണ്ടുവരണം. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മുടെ കുടുംബത്തിലേക്ക് വരുമ്പോൾ അവിടെ സമാധാനം നിറയും, അവിടെ ഐശ്വര്യം കടന്നു വരും, അവിടെ ദൈവീകമായ സാന്നിധ്യം കടന്നു വരും, അവിടെ വലിയ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ നടക്കും. നമ്മുടെ കുടുംബങ്ങളിൽ ദൈവാരാധനയില്ല, നമ്മുടെ കുടുംബങ്ങളിൽ പ്രാർത്ഥനയില്ല, അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തിൽ സ്നേഹമില്ല, നമ്മുടെ കുടുംബത്തിൽ ഐക്യമില്ല, നമ്മുടെ കുടുംബത്തിൽ കൂട്ടായ്മയില്ല. കുടുംബത്തിന്റെ ഐശ്വര്യം നഷ്ടപ്പെട്ടൊരവസ്ഥ, ജീവിതങ്ങളുടെ ഐശ്വര്യം നഷ്ടപ്പെട്ടു പോയൊരവസ്ഥ. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുക. കർത്താവിൻ്റെ സംരക്ഷണം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങളിൽ നിറയണം. കർത്താവ് സമാധാനത്തിൻ്റെ ഉടയവനായ നമ്മുടെ ദൈവം, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിൽ സമാധാനം, ഐശ്വര്യം ഇതാ അവിടുന്ന് സ്ഥാപിക്കും. അതനുഭവിക്കുവാൻ കർത്താവ് നമ്മൾ ഓരോരുത്തരെയും ഇടവരുത്തും. യേശുവേ നാഥ, ഞങ്ങൾ അങ്ങയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ തകർന്നു പോയ കുടുംബങ്ങൾ, ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ട കുടുംബങ്ങൾ, കർത്താവേ, ദൈവിക ചൈതന്യം നഷ്ടപ്പെട്ട കുടുംബങ്ങൾ, ഐശ്വര്യം നഷ്ടപ്പെട്ടു പോയ കുടുംബങ്ങൾ, നിന്റെ കരമുയർത്തണമേ. കുടുംബങ്ങളുടെ മേൽ വന്നുപെട്ട് കിടക്കുന്ന എല്ലാ തരത്തിലും അന്ധകാരത്തിന്റെ തിന്മയുടെ പൈശാചിക സ്വാധീനങ്ങൾ ഇന്നും ജീവിക്കുന്ന നസ്രായനായ യേശുവിന്റെ അധികാരമുള്ള നാമത്താൽ, പൗരോഹിത്യത്തിന്റെ അധികാരത്താൽ ആ മേഖലകളെ ഇതാ ഞങ്ങൾ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. കുടുംബങ്ങളിൽ വിട്ടുമാറി പോകട്ടെ, വിട്ടൊടിഞ്ഞു പോകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിരുന്നിതാ. ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിരുന്നിതാ. ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ആരാധന, അങ്ങേക്ക് ആരാധന.